ചേച്ചി ശിവാംഗി കുക്കിംഗ് ഷോയിലൊക്കെ പോയിട്ട് കുക്കിംഗ് നന്നായി പഠിച്ചോ? ശരിക്കും നന്നായി പഠിച്ചു. പക്ഷെ എന്താണെന്നറിയാമോ, നമ്മുടെ ഈ സാധാരണ അവിയല്, തോരൻ, മെഴുക്ക് പുരട്ടി അതറിയില്ല. ഇവർക്ക് ഈ 5 സ്റ്റാർ ലെവലിലുള്ള മറ്റേ ഇതുണ്ടല്ലോ, റോഹൻ ജോഷ്, മറ്റേ അങ്ങനെ കുറെ മുരിങ്ങയൊക്കെ വേവിച്ചിട്ട് അതെടുത്ത് ചീസുമായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ അതിന് വേറെ എന്തൊക്കെയോ പേര് എനിക്ക് അറിയാൻ പാടില്ല. മുരിങ്ങക്കയുടെ വേവിച്ചിട്ട് അതിനുള്ളിലുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ, അതുങ്ങളെല്ലാം എടുത്തിട്ട് ചീസൊക്കെ ഇട്ട് അയ്യോ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ, സൂപ്പർ. നന്നായിട്ട് അവള് തേങ്ങ പോലും ഉടയ്ക്കാൻ അറിയില്ലാത്ത കുട്ടി ഒരു കുക്കായിട്ട് എങ്ങനെയാന്ന് ഭയങ്കര ഒരു 6 മാസം അവിടുത്തെ നല്ല 2-3 കുക്സിന്റെ കൂടെ ട്രെയിനിങ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് ഇപ്പം ആഹാരം ഉണ്ടാക്കും. പക്ഷെ അവക്ക് ഇതറിയില്ല, അവിയലുണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ചേച്ചി ചോദിച്ചത് അതെ ഞാൻ പറയും. അപ്പൊ അത് അമ്മയുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഞാനിപ്പോ ഉണ്ടാക്കണ ഒരു തദൈവയാ. പക്ഷെ ഷാനിക്ക, ചേച്ചിക്ക് പാത്രവും മുളകൊടി മല്ലിപ്പൊടി ഒന്നും വേണ്ട, ചേച്ചി അല്ലാതെ തന്നെ കുക്ക് ചെയ്യും. ചേച്ചി ഒരു 2 ഡിഷ് ഉണ്ടാക്കി തന്നെ ഞങ്ങക്ക് വേഗം. എന്നാ കത്രിക്ക കൊച്ചു അതായത് കത്രിക്ക എടുക്കണം, മറ്റേ വലിയ കത്രിക്ക. കത്രിക്കക്ക് ഇവിടെ എന്താ പറയണേ? കത്രിക്ക കത്രിക്ക എന്താ? അത് തന്നെ വഴുതനങ്ങ പച്ചച്ചല്ലേടാ മോനെ. ഇത് ബ്രിഞ്ചോള്, വലിയ ബ്രിഞ്ചോളുണ്ട്. ബ്രിഞ്ചോളിനെ എടുത്ത് നല്ല കഴുകി വേവിക്കുക. വേവിച്ചിട്ട് ഒരു പാത്രത്തിൽ പുളി പിഴിയുക. പുളി പിഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് വേണമെങ്കിൽ മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് പുളി സൈഡിൽ വെക്കുക. എന്നിട്ട് വേവിച്ച ബ്രിഞ്ചോളിനെ നല്ല മസിക്കുക. ഉടയ്ക്കുക. ഉടച്ചിട്ട് നമ്മളൊരു നല്ലെണ്ണ ചൂടാക്കുക. എണ്ണ ഒഴിക്കുക. 2 കടുക് ഇടുക, 2 മെന്തയം ഉലുവ ഇടുക, പച്ചമുളകും ഇഞ്ചിയും കട്ട് ചെയ്ത് വരട്ടുക. എന്നിട്ട് ഈ പുളി അതിലേക്ക് ഒഴിക്കുക, ചൂടാക്കുക, കായപ്പൊടി ഇടുക, പിന്നെ വരച്ചു വെച്ച ബ്രിഞ്ചോളം എടുത്ത് അതിന്റെ അടുത്തിലേക്ക് ഇടുക, നല്ല ചൂടാക്കുക. എന്നിട്ട് എടുത്ത് ചൂടൻ പച്ചരി ചോറിലേക്ക് ഈ കത്തരിക്ക ഗൊത്സു ഇടുക, കുഴയ്ക്കുക. ഇതാണ് കത്തരിക്ക ഗൊത്സു എന്ന് പച്ചരി ചോറ്. സൂപ്പർ. എങ്ങനെയുണ്ട് ഷാനിക്ക കത്തരിക്ക ഗൊത്സു? ഏകദേശം എന്ത് കളറായിരിക്കുന്നത്? നമ്മൾ ഇട്ടേക്കുന്ന അതെ, ഇത് ഏതാണ്ട് ഈ കളറൊക്കെ ഇത്. കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമായോ ആ ഡിഷ്? എല്ലാരും ട്രൈ ചെയ്യുക.